ഇന്നേ കാര്യപ്പെട്ട പണിയാണ് കേട്ടോ. അമ്മയ്ക്കും മകനും എന്താ പണിയെന്നറിയോ? എന്താണ് ഇത്? നമ്മുടെ വയറിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ആട്ടിന്റെ പണ്ടം. നല്ലൊരു മരുന്നാണ് കേട്ടോ. ഇന്നൊരു മരുന്നിന്റെ പരിപാടി പറഞ്ഞാൽ സൂപ്പല്ല കേട്ടോ. അത് പരട്ടി എടുക്കാന്ന് വിചാരിച്ചു. ഫ്രൈ ആയിട്ടില്ലേ എടുക്കില്ലേ അല്ലേ അമ്മ? ഇത് നേരേക്കണത് എന്താ വെച്ചാൽ ചില കൂട്ടുകാർക്ക് കാണുമ്പോ അയ്യോ ഇതെന്താ അത് എന്ന് തോന്നില്ലേ? കാരണം നേരേക്കണത് കാണിക്കാനാണ് കേട്ടോ. ഇതെല്ലാം എന്താണെന്നറിയ സംഭവം? നല്ല തിളച്ച വെള്ളത്തിൽ ഇടുക. എന്നിട്ട് നല്ല പണിയാണ്. കുറച്ച് നമ്മൾ തിന്നണം എന്നുണ്ടെങ്കിലേ ഒരു എങ്ങനെ പറയാ ചുണ്ണാമ്പിലിടും അത് തന്നതാ, ഞാൻ ചോദിച്ചതൊന്നല്ല. മല്ലിയില കൊണ്ടൊക്കെ ഉഷാറാക്കി അറിയാത്ത ആൾക്കാരെ ഇതില്. പക്ഷെ നമ്മള് വലിയ ഉള്ളി ചേർക്കില്ല കേട്ടോ. നമ്മളിത് ചെറിയ ഉള്ളി മാത്രമേ ചേർക്കുള്ളൂ. എവിടെ കുഞ്ഞുണ്ണി ഒരു കിണ്ണെടുത്തിട്ട് വരുമോ? ഒരു കിണ്ണം. അമ്മ ചായ വെച്ച് തന്നില്ലേ കുഞ്ഞാ? സുകന്യേ അവിടെ പാലുണ്ടോ? ചെക്കന് ചായ കുടിക്കാന്? കുഞ്ഞുണ്ണി ആ പാല് കൊണ്ടേക്കോനാ. ആ പാക്കറ്റ് പാൽ എടുത്തിട്ട് പോയിക്കോ. എന്നിട്ട് ഒരു ചായ വെച്ചിട്ട് ബാക്കി അവിടെ എടുത്ത് വെച്ചോട്ടോ. അതവിടെ ഉണ്ടോ? കുഞ്ഞുണ്ണിയേ ഇവിടെ വാ. കുഞ്ഞവിടെ വാടാ. ഓ ചായ കുടിക്കാന് ഇവിടെ വാ. പാല് കൊണ്ടേ കൊടുക്കുണ്ണി. മിണ്ടില്ല. അങ്ങോട്ട് കരഞ്ഞാ പിന്നെ എല്ലാം അപ്പതാ വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ നേരേക്ക് എടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ അവരതും നേരേക്ക് എടുക്കട്ടെ കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, കുറെ നേരമായി അവരത് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറച്ച് നേരം ഒന്നല്ല, 9 മണിക്ക് തുടങ്ങി. ഇപ്പൊ 11:30 കയ്യിലേട്ടാ. ഏട്ടനൊക്കെ ഒരു സമയത്തേ ഇത് എന്താ നേരേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയേട്ടനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അനിയേട്ടൻ തന്നെ നേരേക്ക് കിട്ടും. ഞാനൊന്നും ഇതിന്റെ അടുത്ത് കൂടെ പോയില്ല. കൈ പിടിക്കാനും നിനക്ക് പോകുള്ളൂ കേട്ടോ. അനിയേട്ടൻ തന്നെ നേരേക്ക് തരിക. ചിലവർക്ക് ഇത് കാണുമ്പോ അങ്ങനെ എന്താ ഇത് പറയും. പക്ഷെ ഇത് ഒരു മരുന്ന് പോലെയാണ് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ ഒരു കുഴപ്പമില്ല. ഇത് ഒന്ന് നേരാക്കാതെ കാണുമ്പോഴാണ് എന്താണ് തോന്നുന്നത്. പണ്ടൊക്കെ പറയും ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് എന്താ നേരേക്കണം. ഇതിന്റെയൊക്കെ ഇങ്ങനെ ഇത് എന്ന് പറഞ്ഞു. എന്താന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആട്ടിന്റെ പണ്ടം അല്ലേ? കുടൽ സംബന്ധമായിട്ടുള്ള കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ആട്ടിന്റെ പണ്ടം സൂപ്പ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് അനുഭവം ഉണ്ട്. കാരണം ആടിന്റെ എന്തും മരുന്നാണ്. നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് സൂപ്പ് വയ്ക്കുന്ന വീഡിയോ. കാരണം കർക്കിടക മാസത്തിലൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ കർക്കിടകത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അമ്മയൊക്കെ പറയണൊക്കെ പിറ്റത്തെ കർക്കിടകത്തിൽ അത് ചെയ്യണം എന്നുള്ളത് കേട്ടോ. നമ്മളപ്പോൾ അങ്ങനെ കർക്കിടക മാസത്തിലായിട്ടൊരു സൂപ്പ് വയ്പ്പും ഇതൊന്നുമില്ല. മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കും, സൂപ്പ് വയ്ക്കുന്ന പരിപാടി ഇല്ല. അത് നേരേക്കിട്ട് കാണാം. എന്താ അമ്മങ്ങൾ നോക്കുന്നേ? ചെറിയ ജീരകം കേട്ടോ. ഇത്ര വേണോ? ചെറിയ ജീരകം. അമ്മല്ലേ ഇവളെന്തൊക്കെ ചെയ്യണം. ഇവൾക്ക് ചെയ്യാൻ അറിയോ നോക്കണേ. ഞാനിതിവിടെ ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. അയ്യട മല്ലി. ഇതിനെ കൊത്തമ്പാല എന്ന് പറയുമോ നിങ്ങളുടെ നാട്ടിൽ? ഇവിടെ പറയും. പിന്നെ 2 മണി ഉലുവ ആണ്ടേ. ഇനി കുരുമുളക് എവിടെ? കുരുമുളകും കൂടെ ഇട്ടിട്ടില്ലേ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിലില്ലേ? മുട്ടായിരുന്നു എന്താപ്പത്?
മൂന്നാല് ദിവസം അടുക്കളയിൽ നിന്ന് കത്തും കൊണ്ട് ഒന്നും പറ്റണില്ലേ. എന്തിൻ്റെ ഇങ്ങനെ നോക്കണേ, ചിരി വരുന്നുണ്ട്. അമ്മ ഇങ്ങനെ നോക്കും പോലെ നോക്കേട്ടാ, എന്താ ഇങ്ങനെ നോക്കണ്? കേട്ടോ കടുക് വേണോ? കേട്ടോ ഇതേ കിട്ടിയുള്ളൂ. എന്താ കുരുമുളകിന് അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കണം. ഞാൻ പോയില്ല. നമ്മളിവിടെ പിന്നെ അങ്ങനെയൊക്കെ വാടകയ്ക്കൊക്കെ വാങ്ങും കേട്ടോ. കുരുമുളക് കടുക് ഞാൻ കടുക് ഇടാറില്ല. അമ്മ പറയുന്നത് കടുക് ഇട്ടു കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ വെക്കാറ് എന്നുള്ളത് ഒന്ന് പറയണേ. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം ഇളമ്പിക്കെന്ന് പറയുന്നത്. ഈ സുജാതയുടെ മിക്സിയുടെ ഈ ഭാഗം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടേ ഏത് രീതിയിൽ അത് തുടച്ചെടുക്കാൻ പറ്റില്ല. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെ ആരോ അമ്മ വന്നപ്പോൾ തുടങ്ങിയാണ് ഇവിടെ അഴിക്കാൻ പറ്റും, ഇവിടെ അഴിക്കാൻ പറ്റുന്നു. ഇവിടെ ആരെങ്കിലും അഴിക്കലുണ്ടെങ്കിൽ ഒന്ന് പറയേ. കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കണ്ടേ. കേട്ടോ നമ്മൾ അരച്ചു. ഇനി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പാടെ ഒന്ന് ചതച്ചിട്ടെടുക്കട്ടെ. കണ്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളി കേട്ടോ. എന്താ അമ്മ? മഞ്ഞപ്പൊടി ഇതാ ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. ഓ എന്താ ചെറിയുള്ളി ഞാൻ അരച്ചപ്പല്ലേ ഒന്ന് കൂടിപ്പോയിട്ടോ. ഇതിൻ്റെ ഒരു പച്ചമല്ലിയും പച്ചജീരകത്തിൻ്റെ ഒരു മണം ഒരു പ്രത്യേക മണമാണ് അല്ലേ നമ്മൾ അല്ലമ്മ? ഇതൊരു ജീരകക്കഞ്ഞി ദിക്കൂടെ. എടുക്ക ഞാൻ എടുക്കാന്നു. അത്ര മതിയോ? ഉലുവട്ട കുഴപ്പമില്ലേ? ഈ ഉലുവട ഒരു ചൊയ. ചിലര് ബീഫിലൊക്കെ ഉലുവടെന്ന് പറയുന്ന കേട്ടോ. ഇടണമെന്നോ? മഴ പെയ്താൽ ഞാൻ ഓടും. തോരാകുമ്പോ ഓടിയാ മതി. അല്ലെങ്കിലല്ലേ ഈ അനിയേട്ടനില്ലേ അമ്മ ഉണ്ടെങ്കിലും എന്നെ കളിയാക്കണം, സുകന്യ ഉണ്ടെങ്കിലും എന്നെ കളിയാക്കണം. അനിയേട്ടൻ എന്താണെന്ന് അറിയില്ല, എന്നെ കളിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം എന്നെ കളിയാക്കിയിട്ടില്ലെങ്കിൽ അനിയേട്ടൻ സമാധാനേ കിട്ടില്ല. അപ്പൊ മഴ ചാറല് തുടങ്ങട്ടെ അപ്പൊ ഓടി. ആ പോട്ടെ, ഞാൻ പോട്ടെ കേട്ടോ. ആ കുഞ്ഞുണ്ണി വന്ന കുഞ്ഞുണ്ണി വെറുതെ അല്ലേ ഞങ്ങൾക്ക് തിരുമ്പിയിട്ട് അങ്ങോട്ട് അടുപ്പത്ത് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കന്നെ. സുനി അതിനൊരു മൂത്ത ചക്കിട്ട ഏതാ തിരക്ക്. ഇതാ പടി 6 മാസമായിട്ടേ ഉള്ളൂ. അവസ്ഥല്ലേ പെയിന്റ് അടിച്ചൊക്കെ പോയില്ലേ? പൂച്ച ചാടിയിട്ട് ഇവിടെ നമ്മൾ ഗ്രില്ലിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ പൂച്ച ചാടിയിട്ട് ഏതാണ്ടോ അതൊക്കെ പൂച്ച ചാടിയതിൻ്റെയാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം പറഞ്ഞ പോലെ നമുക്കിത് കഴുകി വൃത്തിയാക്കിയാണ്. ഞാൻ പറയാ ഈ വെള്ള പെയിന്റ് അടിച്ചതേ വേറെ ഏതെങ്കിലും കളർ അടിച്ചാൽ മതിയെന്ന് പറയുന്നു അല്ലേ? ഇതാണ്ടോ പൂച്ചയുടെ കാൽപ്പാ. ആ തുണി വരുന്നമ്മ
അത് തരും. അവർക്ക് തോന്നിയിട്ട് അവരവർ ചെയ്യാച്ചാലേ. ഇവിടെ നല്ല വൃത്തിയായിട്ടാ. അപ്പൊ അതന്നെ അത് വൃത്തിയാവുണ്ടേ. എമ്മാതിരി കളറാ വന്ന്. നല്ല വൃത്തിയാവുണ്ടേ. ഈ ഒരു കളറില്ലേ ഭയങ്കര. കുട്ടികളതിനെ ചെരുപ്പിടാൻ പറഞ്ഞാൽ ചെരുപ്പിടില്ലല്ലോ. പറഞ്ഞ് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. കൊറേ അല്ല, നല്ല ഉള്ളു പോയി പോ, നല്ല ഉഷാറായി പോ. നാളെ ഇതേപോലെ ഒരാഴ്ച പിന്നെയും ഇതേപോലെ തന്നെയാണ്. കുട്ടികളുള്ള വീട്ടില് എത്ര നമ്മള് ചെയ്തിട്ടും കാര്യമില്ല പറഞ്ഞാല്. കുട്ടികളുടെ 2 ദിവസത്തെ കളി മതി. അതുകൊണ്ടോ ചുമരൊക്കെ എന്തോ ഭാഗ്യം, പൊന്നൂസൊന്നും എഴുതാനും വരയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ എടുത്തൊരു ചിത്രം വരയ്ക്കാൻ തുടങ്ങിയ പെട്ടു. ഞാനതാണ് പെണ്ണൊന്നും പുറത്ത് കാണരുതേന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും അത്രയ്ക്ക് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ അപ്പഴത്തെ എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കാണ്. ഇവിടെയൊക്കെ കുട്ടികളെ നല്ല വൃത്തിയായി. അല്ല അത് ടൈല് പിന്നെ എങ്ങനെ ഇരുന്ന് വരയ്ക്കുക തന്നെ വേണം, മാത്രമേ പോകും. ടൈലല്ലേ അത്. ഇങ്ങനൊരു വെള്ളിയും കറുപ്പും ആയതും കൊണ്ട് ഈ സൈഡിൽ ഒരു തുള്ളി നമ്മൾ ദിവസം തുടക്കിണ്ടെങ്കിലും ഇങ്ങനെ അടയ്ക്കില്ലേ. ടൈല് നല്ല വൃത്തിയാക്കി കഴുകി കഴിഞ്ഞു വെച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. പുതിയതുപോലെ തോന്നും നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ എന്തൊരു വൃത്തിയായില്ലേ. മറ്റേത് ഇനി നാളെ രാവിലെ നോക്കിക്കോട്ടോ, പൂച്ച പിന്നെ ഇത് കൂടെ ചാടും, ഇപ്പുറത്ത് കൂടി ചാടും. പൂച്ച തല്ലിക്കൊല്ലാനൊന്നും പറ്റില്ല. അതാ കൊല്ലാൻ പറ്റി. പിന്നെ പാവം അവിടെ പൂച്ച കുട്ടികളും വന്ന് കിടക്കണ്ടേ. എന്താ ചെയ്യണേ? ഒന്ന് വറ്റി വറ്റി വരണ്ടേ. കിടന്നോട്ടെ. വറ്റി അവിടെ പേടിക്കാണ്ട് കിടന്നൂടെ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ ഫുള്ള് പച്ച. ഞങ്ങള് റൂമൊക്കെ പിന്നല്ലേ റൂമിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ചളിയാകുമ്പോ അപ്പപ്പ സ്പോഞ്ച് ഇട്ടിട്ട് ഇങ്ങനെ തുടച്ച് റൂമിലൊന്നും അത്ര ചളി അറിയുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം എന്താ ചെയ്യുക. 6 കുട്ടികളുള്ള വീട്. ഇപ്പോൾ കിച്ചൂട്ടൻ മാത്രമാണ് പറഞ്ഞാൽ കുറച്ച് അറിയുള്ളൂ. മറ്റവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൂസ് ഇന്നലെ ഫുള്ള് ചെണ്ടുമല്ലി നമ്മൾ കൂടെ ഇങ്ങനെ കുഴിച്ചിട്ടല്ലേ ഒക്കെ വലിച്ചിട്ട് താഴ്ക്കിട്ടു. എല്ലാം വലിച്ച് പറിച്ച് ചെടി പിടിച്ചതാണ് ഒക്കെ പിടിച്ചിട്ട്. അതാണ് ചെടിയെ ഇവിടെ അനിയേട്ടൻ പറഞ്ഞു അവരൊന്ന് കുറച്ചാവട്ടെ എന്നിട്ട് നമുക്ക് ചെടി വാങ്ങിയാൽ മതിയോ പറഞ്ഞു. ഫുൾ ചെണ്ടുമല്ലി. അമ്മു ഇതേപോലെ കഴിഞ്ഞ ആഴ്ച അതവിടെ ഉണ്ട്, ഇതവിടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച അമ്മു ഞാനും പാടെ ഇരുന്ന് ഫുള്ള് ആ സൈഡിൽ കൂടെ ഫുള്ള് ഇങ്ങനെ നിരന്ന് നമുക്കിങ്ങനെ കാണാനൊരു വൃത്തിയാവില്ലേ പറഞ്ഞിട്ട് നിരന്ന് വെച്ചതാ. ഒക്കെ അതിൻ്റെ അപ്പുറത്ത് കൊമ്പുകൾ കുത്തിയിട്ടിട്ട് അമച്ച് വന്നതാണ്. മുല്ലക്കൊമ്പുകളൊക്കെ വലിച്ചിട്ടക്കണം ഒക്കെ. അവിടെ കുറച്ച് മുല്ലക്കൊമ്പുകൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇതാ ചെണ്ടുമല്ലിയില്ലേ അവിടെ കൊണ്ടുപോയി വെച്ചില്ല. വെച്ച് കഴിഞ്ഞു വെച്ചാൽ തന്നെ നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞു വെച്ചല്ലേ അത് വലിച്ചങ്ങോട്ട് ഇടുകയാണേ. അവൻ്റെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ വേഗം നമ്മൾ കാണാത്ത സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കും. പിന്നെ എന്താ ഇതിൻ്റെ അടിയിൽ പോയിരിക്കുക, ഊണുമേശയുടെ ഉള്ളിൽ പോയിരിക്കുക. എന്താ ഇന്നലെ സുകന്യം അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ. പൊന്നോ വിളിക്കണം മിണ്ടണേയില്ല. ഞങ്ങളിവിടെ ഫുള്ള് വിളിച്ചതറിയ എബൻ എവിടെ പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ ഉള്ളിൽ ഓട്ടോൻ്റെ ഉള്ളിൽ കയറിയിരുന്ന ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പൊന്നോ മുട്ടായി തരാം ഒന്ന് നീച്ച് വാടാ പറഞ്ഞപ്പോൾ വിളി കേൾക്കണം. അപ്പോൾ അതാണ് അവരുടെ ഒരു പ്രായപ്പതല്ലേ. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് ചെടി കുഴിച്ചിടുകയും ചെയ്യും വലിച്ചു കളയുകയും ചെയ്യും, കുഴിച്ചിടുകയും ചെയ്യും വലിച്ചു കളയുകയും ചെയ്യും. പക്ഷെ 4 പ്രാവശ്യം കുഴിച്ചിട്ടിട്ട് അപ്പം തന്നെ വലിച്ചിട്ട് പിന്നെ ഇടുമ്പോൾ ഇതൊക്കെ നാശമായി പോവുമല്ലേ. അപ്പോൾ അതാ ഈ 2 പച്ചമുളകിൻ്റെ തൈ മാത്രം അരിമുളകിൻ്റെ തൈ മാത്രം കണ്ടിട്ടില്ല ഞാൻ. കായ ഉണ്ടാവട്ടെ പറഞ്ഞിട്ട്. എവിടെ അത് പെൻസിൽ കൊണ്ട് വരണൊക്കെ തുടങ്ങിയിട്ടുണ്ടപ്പോലെ. കുനിഞ്ഞിരുന്ന് നല്ല പണിയുണ്ട് കേട്ടോ. കുനിഞ്ഞിരുന്ന് നല്ല ഇറക്കേണ്ട പറയാ. ഈ അങ്ങനെയൊന്നും വരച്ച പോയില്ല. അവിടെ വരച്ചല്ലേ എത്ര വൃത്തിയോടെ. അതെന്താ ഞാൻ കുഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അതന്നെ പറഞ്ഞു. എന്നെ കൊണ്ട് വെക്കുവോ അത്ര നേരം ഇരിക്കാൻ? അത്ര നേരമൊന്നും ഇരിക്കാൻ പറ്റില്ല. വെയ്ക്കുന്ന വരെ ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കൂട്ടുകാരെ. ഈ ഒരു വെള്ളക്കളർ ആയതുകൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നം അല്ലേട്ടാ.
ഇതാണ്ടോ ഇനി അമ്മ ഇത് ഇവിടെ തെക്കുന്നത് നമ്മുടെ കുട്ടിക്ക് കുളിക്കാറായി. അമ്മൂന് ഒരു കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഒരു തോന്നലാണ്. ആ തോന്നലിൽ അവരെന്തെങ്കിലും ചെയ്യാച്ചാൽ ആ പണി നടക്കും. ഇല്ലേ പറഞ്ഞു വെച്ചാൽ ഒന്നും നടക്കില്ല. ഇതിപ്പോ എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു പരിക്കൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ. ഇതെന്താ ദിവസം തുടക്കില്ലേ? എനിക്കറിയില്ല. ഇതൊരു പരിക്കൻ കണ്ടോ, ഇങ്ങനെ ഒരു പരിക്കനാണ് ഇത്. ഈ ഇതില് പക്ഷെ ഇതില് ഒരു ചളി ആയി കഴിഞ്ഞാൽ ആ ചളിയില്ലേ നമ്മൾ എത്ര തുടച്ചാലും പോവില്ല. ഇങ്ങനെ 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 ഇതാക്കണം. അമ്മൂട്ടിയെ ഇരുന്നിട്ടും കടന്നിട്ടൊക്കെയാണ് തുടങ്ങി. എന്ത് ഇതിന് എന്തോ അങ്ങനെ നല്ല പണി. ഇപ്പൊ തന്നെ അമ്മ തോടും ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്താ മതി. ഇവിടെ പോണുണ്ടോ? ഇത് നല്ല എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടൊരു ടൈൽ ഇതാണ്. കുഞ്ഞാ തുടച്ചോടത്തുകൂടെ വരണം. ഞാൻ അമ്മു ചേച്ചി ഓരോ ടൈലായിട്ടാ തുടച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അച്ചു ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ അച്ചു കൂടി ദിവസം എത്ര നേരം മേലക്കെട്ടു. നല്ല വൃത്തിയായിരുന്നു. എന്താ ഇത് ടൈല് പണിക്കാരൻ തന്നെ ഫസ്റ്റ് പറഞ്ഞു, ഈ ടൈൽ എടുക്കുമ്പോ തന്നെ പറഞ്ഞു, ചേച്ചി ഇത് നിങ്ങൾക്ക് പണി കിട്ടുന്ന ടൈലാണ് കേട്ടോ. ഓർമ്മ ഉണ്ടായിട്ടിന്? വേറെ അറിയണ്ട് നോക്കുമ്പോ. എന്താ നോക്കേട്ട, കണ്ടോ കളർ വ്യത്യാസം കണ്ടോ? ഞാൻ അത്രയൊക്കെ തന്നെ ഉണ്ടാവും. ഒരു ദിവസം 2 ദിവസമൊക്കെ. അതിപ്പോ കുട്ടികൾ കയറി അങ്ങനെ മഴയത്ത് ഒരു മഴ കഴിഞ്ഞ് അവരൊരു കളി കഴിഞ്ഞ് അത് കഴിയും. എന്നാലും ഏട്ടാ അത്ര ദിവസം ഇരിക്കുമല്ലോ. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ കുറച്ച് ആ ഒരാഴ്ച കാണുമ്പോൾ ഒരു 4 ദിവസം കാണുമ്പോൾ നല്ല വൃത്തിയിൽ തോന്നും. ഇതാ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടുത്തെ കളറും പാടെ ഉണ്ടോ വ്യത്യാസം അല്ലേ? ഇതിനെന്തോ ഓൺലൈനിൽ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കൂടി കഴിഞ്ഞതാ ഒരു പ്രാവശ്യം. ഞാൻ രാവിലെ നീച്ചതും കുളിക്കും. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിയുമല്ലോ. കണ്ടോ ഇതിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടിയും എന്തിട്ടൂന്നറിയോ, ഈ കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. അതിനെ കണ്ടോ അതിൻ്റെ കളറൊക്കെ വേറൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ സൂപ്പ് ഇതാണ് മരുന്ന്. ഒരാൾക്കുള്ളതേ ഉള്ളൂ. ചെറിയ ഇതാട്ടോ നമ്മൾ വാങ്ങിയുള്ളൂ. കൂടുതൽ വാങ്ങിയിട്ട് ഇവിടെ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. നമ്മൾ നിർബന്ധിക്കണം. വലിയൊരു കഴിക്കുന്ന പോലെയല്ലേ ഇതെന്താന്ന് പറഞ്ഞിട്ട് അവർ മടിക്കുള്ളൂ. കിച്ചൊന്നും കഴിച്ചാൽ നല്ലതാണ്, പക്ഷെ കഴിക്കില്ല. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഇത് എന്തിനാന്ന് വെച്ചാൽ എന്നറിയോ, കുടൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നല്ലതാണ്. ഇത് നമ്മൾ ശരിക്ക് നമ്മുടെ ചിക്കൻ വെക്കുന്ന പോലെ ഒന്നല്ലല്ലോ വെക്കുന്നത്, മരുന്ന് കൂട്ടിയിട്ടല്ലേ വെക്കുന്നത്. ഇപ്പം വൈദ്യശാലയിൽ പോയാലൊക്കെ ഓരോ മരുന്നൊക്കെ കിട്ടും. അത് നമ്മൾ ഇങ്ങനെ വെക്കും. സൂപ്പിൻ്റെ കൂട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അതല്ല, വൈദ്യരുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സൂപ്പിന് മരുന്ന് കൂട്ടുണ്ട്. ഇതിലൊന്നും പിന്നെ നമ്മുടെ മുളക് പൊടി അങ്ങനെയുള്ളതൊന്നും മസാലകളൊന്നും കൂട്ടാൻ പാടില്ല കേട്ടോ. ഇങ്ങനെയാണ് പറ്റുള്ളൂ. അപ്പോൾ വിശേഷം നിർത്തുകയാണ്.
ഇതാണ്ടോ ഇവിടെയൊക്കെ നല്ല വൃത്തിയായി. ഇനി ആ സൈഡും കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. എവിടെ അത് ചെയ്യാം. അപ്പോൾ നാളെ കാണാം കേട്ടോ.